വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നൊരു സീനാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമായൊരു സാധാരണ വാഷിംഗ് മെഷീനാണ്. അപ്പോൾ അതിനകത്ത് നമ്മളെന്നും തുണി ഇറക്കുന്നുണ്ട്, പക്ഷേ ഈ വേസ്റ്റ് ചെളിയെല്ലാം കൂടെ ഇതിനകത്ത് അടിഞ്ഞിരിക്കുന്നൊരവസ്ഥയുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നത്. ഒത്തിരി പഴക്കമില്ലാത്തതുകൊണ്ട് അത്ര വലിയ വേസ്റ്റ് അതിനകത്ത് വന്നിട്ടില്ല. ചില വാഷിംഗ് മെഷീനകത്ത് ഇതിൻ്റെ അപ്പുറം ചെളികളും നൂലുകളും വന്ന് അടിയുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ മെഷീൻ്റെ അകത്ത് ഇത്ര വലിയ കുഴപ്പമില്ല, എങ്കിലും എനിക്ക് ഡൗട്ടുള്ളതുകൊണ്ട് ഞാൻ അഴിച്ചു നോക്കുകയാണ്. അത് ക്ലീൻ ചെയ്യുന്ന രംഗമാണത്. എന്താണെന്ന് പറഞ്ഞാലും വീട്ടിലുള്ളവർക്ക് ആർക്കായാലും ചെയ്യാവുന്നൊരു പ്രവൃത്തിയാണ്. ചിലപ്പോൾ അതിൻ്റെ സ്ക്രൂ ഊരാൻ വേണ്ടി ശകലം പാടുണ്ടാവും. എൻ്റെ കയ്യിൽ ടൂൾസ് ഉണ്ടായതുകൊണ്ട് സംഭവം വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ നടന്നു. ചെളികൾ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി. ഇല്ലെങ്കിൽ ഡ്രെയിനേജിൻ്റെ അകത്ത് വെള്ളം പോകാൻ വേണ്ടി ചെളി ഒത്തിരി അല്ലെങ്കിൽ നൂലൊക്കെ ഒത്തിരി അടിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഒത്തിരി നൂലടിയുന്നൊരു അവസ്ഥ ചിലപ്പം ഉണ്ട്. അതിപ്പോൾ നമുക്ക് അയക്കാൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്തായാലും വലിയ പണിയില്ലാതെ നമ്മുടെ ടൂൾസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നു. ഇപ്പം വെച്ച് മുറുക്കുന്നൊരു രംഗമാണത്. മൊത്തം ഫുള്ള് ഒരു ബ്രഷ് വെച്ചിട്ട് സോപ്പ് പൊടി ഉപയോഗിച്ച് കംപ്ലീറ്റ് വാഷ് ചെയ്ത് നല്ല പുതുപുത്തം പോലെയാക്കി നല്ല സെറ്റായി, അടിപൊളിയായി, സൂപ്പറായി. കാരണം ഔട്ട് സൈഡിൽ ഇരിക്കുന്നുണ്ട് എപ്പോഴും ചെളിയും പൊടിയും ഇങ്ങനെ വെയിലൊക്കെ അടിക്കുന്നൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഫുള്ള് കഴുകി നല്ല അടിപൊളി പുത്തം പോലെയാക്കി. നമ്മൾ പെയിൻ്റ് അടിക്കുന്നൊരു ബ്രഷ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടഭാഗമൊക്കെ കുത്തി കഴുകാൻ നല്ല എളുപ്പമുണ്ട്. വളരെ വളരെ ക്ലീനാവും, സൂപ്പറാവും. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നല്ല പുതുപുത്തൻ പോലെ നല്ല കളറാകുന്ന രംഗം മുന്നിൽ കാണാൻ പറ്റും. ഒരു 30 മിനിറ്റിൻ്റെ പണി മാത്രമേ ഉള്ളൂ. ഇതിപ്പം നമ്മൾ വാഷ് ചെയ്യാതെ അതിൻ്റെ ചെളി കുത്തി കളയാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഡ്രെയിനേജിൽ വെള്ളം പോകാൻ വളരെ പാടുവരും. അതുകൊണ്ട് പുതുപുത്തം പോലെ ഇരിക്കുന്നുണ്ടോ. ഇതായിരുന്നു ഇന്നത്തെ ഉച്ചവരത്തെ എൻ്റെ പരിപാടി.